ഇറാനുമായി അമേരിക്ക ഉടൻ ഒപ്പുവെക്കാനിരിക്കുന്ന സമാധാന കരാറിൽ അതൃപ്തി പുകയുന്നതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ബന്ധം വഷളാകുന്നതായി റിപ്പോർട്ട്. മുൻപ് പലതവണ പരസ്യമായി കൊമ്പുകോർത്തിട്ടുണ്ടെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ബരാക് ഒബാമയോ ജോ ബൈഡനോ വൈറ്റ് ഹൌസിൽ ഉണ്ടായിരുന്നുവെങ്കിൽ നന്നായിരുന്നുവെന്നാണ് നെതന്യാഹു ഇപ്പോൾ ആഗ്രഹിക്കുന്നതെന്ന് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ട്രംപ് ഭരണകൂടം ഇറാനുമായി ഉണ്ടാക്കാനൊരുങ്ങുന്ന പുതിയ കരാർ ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ ദുരന്തമായിരിക്കുമെന്നാണ് നെതന്യാഹുവിന്റെ വിലയിരുത്തൽ. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ട്രംപിന്റെ തീരുമാനങ്ങളെ എതിർക്കാൻ കഴിയാതെ നെതന്യാഹു തീർത്തും നിസ്സഹായനാണെന്ന് പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമമായ അൽ മോണിറ്റർ റിപ്പോർട്ട് ചെയ്യുന്നു. സമാധാന കരാറിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായേക്കുമെന്നാണ് സൂചന. വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള ഈ നയതന്ത്ര നീക്കം ഇസ്രായേലിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും നെതന്യാഹുവിന്റെ ഭാവിയിലും കരിനിഴൽ വീഴ്ത്തിയിരിക്കുകയാണ്. വരാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ നേരിടേണ്ടി വന്നേക്കാവുന്ന കനത്ത പരാജയവും നിലവിൽ നേരിടുന്ന അഴിമതി കേസുകളിലെ ജയിൽ ശിക്ഷയും ഒഴിവാക്കാൻ നെതന്യാഹു പദവി ഒഴിഞ്ഞേക്കുമെന്ന അഭ്യൂഹങ്ങളും ശക്തമാണ്. രാഷ്ട്രീയത്തിൽ നിന്ന് താൽക്കാലികമായി മാറി നിൽക്കുന്നതിനുള്ള ഒരു ഒത്തുതീർപ്പ് കരാറിലേക്ക് അദ്ദേഹം നീങ്ങിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇറാനിലെ നിലവിലെ ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള സുവർണാവസരം ട്രംപ് ഇല്ലാതാക്കിയെന്നാണ് ഇസ്രായേൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ പ്രധാന ആരോപണം. ഇറാനിലെ കുർദിഷ് ന്യൂനപക്ഷങ്ങൾക്ക് ആയുധം നൽകി ആഭ്യന്തര കലാപത്തിലൂടെ ടെഹ്റാനെ തകർക്കാനുള്ള പദ്ധതി ഇസ്രായേൽ തയ്യാറാക്കിയിരുന്നു. എന്നാൽ തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിപ് എർദോഗാന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ട്രംപ് അവസാന നിമിഷം ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറുകയായിരുന്നു. യുദ്ധത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ ഇറാഖിൽ നിന്നുള്ള കുർദിഷ് പോരാളികളെ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും വ്യോമ പ്രതിരോധ സഹായത്തോടെ ഇറാൻ അതിർത്തി കടത്തിവിടാനായിരുന്നു നീക്കം. ആദ്യഘട്ടത്തിൽ ട്രംപ് ഇതിന് രഹസ്യ പിന്തുണ നൽകിയിരുന്നുവെങ്കിലും കേവലം വ്യോമാക്രമണങ്ങൾക്കപ്പുറം യുദ്ധം കൂടുതൽ വഷളാകുന്നത് തടയാൻ അദ്ദേഹം പിന്നീട് ഈ പദ്ധതി വേണ്ടെന്ന് വെക്കുകയായിരുന്നു. ഇറാൻ ഭരണകൂടത്തെ താഴെ ഇറക്കാനുള്ള കുർദിഷ് സഹകരണത്തോടെയുള്ള ഈ നീക്കം അതീവ രഹസ്യവും കൃത്യവുമായ ആസൂത്രണത്തോടെയാണ് തയ്യാറാക്കിയിരുന്നതെന്ന് ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗം വ്യക്തമാക്കുന്നു. വലിയ തോതിലുള്ള വിഭവങ്ങളും ഊർജവും ഇതിനായി വിനിയോഗിച്ചിരുന്നുവെന്നും ഇതിനെക്കുറിച്ച് അമേരിക്കൻ ഭരണകൂടത്തിന് കൃത്യമായ ധാരണയുണ്ടായിരുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു. ഗസയുടെ 70% പ്രദേശവും നിയന്ത്രണത്തിലാക്കുകയാണ് അടുത്ത ഘട്ടത്തിലെ ലക്ഷ്യമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഗസയുടെ 60% ഇപ്പോൾ ഇസ്രായേലിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. അധികാരം തുടർന്നും പ്രയോഗിക്കുകയും അത് വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഹമാസിനെതിരെയുള്ള നീക്കം കൂടുതൽ ശക്തമാക്കും, നെതന്യാഹു പറഞ്ഞു. അതിനിടെ ബലിപ്പെരുന്നാൾ ദിനത്തിൽ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഗസയിൽ 5 കുട്ടികളടക്കം 10 പേർ മരിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ തെക്കൻ ലെബനനിൽ ഹിസ്ബുള്ളക്കെതിരായ സൈനിക നടപടികളും ഇസ്രായേൽ ശക്തമാക്കിയിട്ടുണ്ട്. ബുധനാഴ്ച തെക്കൻ ലെബനന്റെ വലിയൊരു പ്രദേശം യുദ്ധമേഖലയായി പ്രഖ്യാപിച്ച ഇസ്രായേൽ സൈന്യം അവിടുത്തെ താമസക്കാരോട് സഹ്റാനി നദിക്ക് വടക്കോട്ട് ഒഴിഞ്ഞു പോകുവാൻ ആവശ്യപ്പെട്ടു. ഇസ്രായേൽ അതിർത്തിയിൽ നിന്ന് ഏകദേശം 40 കിലോമീറ്റർ വടക്കോട്ടുള്ള വലിയൊരു പ്രദേശത്തെയാണ് ഈ മുന്നറിയിപ്പ് ബാധിക്കുന്നത്. ഈ മേഖലയിലുള്ള ഹിസ്ബുള്ള പോരാളികൾക്കും അവരുടെ താവളങ്ങൾക്കും എതിരെ അതിശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ഇസ്രായേൽ സൈനിക ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി.